ഹായ് ഫ്രണ്ട്സ്, നമുക്ക് സ്റ്റോറിനകത്ത് പോവാം. നമുക്ക് ഹീറോയിൻ എൻട്രി. ഹീറോയിൻ സ്കൂൾ പഠിക്കുകയാണ്, +2. നല്ല ക്യൂട്ടായ നല്ല ഗേളാണ്. ഹീറോ ഒരു മാഫിയയും ഒരു സിഒ ആണ്. അണ്ടർഗ്രൗണ്ട് മാഫിയയും സിഇഒ. അങ്ങനെ കൊണ്ട് എന്താ സംഭവിച്ച നമുക്ക് സ്റ്റോറിനകത്ത് പോവാം. പ്രിയ, എന്താ പറ്റി മച്ചി? എടി, നീ എന്താ ഇങ്ങനെ വല്ലാതെ വിഷമത്തിലുള്ളത്? എന്താ ചെയ്യടി? എനിക്ക് കഷ്ടമാണ് മച്ചി. എല്ലാവർക്കും ബോയ് ഫ്രണ്ട് ഉണ്ട്, എനിക്ക് മാത്രം ബോയ് ഫ്രണ്ട് ഇല്ല മച്ചി. നിനക്ക എനിക്കും ഉണ്ടാടോ. ഇല്ലടി, നമ്മ രണ്ടുപേരും പാവടി. എല്ലാവർക്കും ഹാൻസമായ ബോയ് ഫ്രണ്ട്, നമുക്ക് ബോയ് ഫ്രണ്ട് ഇല്ലല്ലോ മച്ചി. അത് വിഷമിക്കേണ്ട എന്നാൽ റോസ് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും ഇങ്ങനെ ഹാപ്പിയായി പോകുമ്പോൾ മച്ചി എന്താ? അതെടി, നമുക്ക് കോളേജ് വിളിക്കാൻ പറഞ്ഞ അതെ, നമ്മൾ സ്കൂളിൽ പോവാ മച്ചി. അതെ, ഇവിടെ അടുത്തായി പറഞ്ഞു മച്ചി. ഒരു കാര്യം പറയാനുണ്ട്, നമുക്ക് പോവാം. എവിടേക്കടി മച്ചി? ഒരു പ്ലേസിൽ പറയാനുണ്ടടി. ഈ വീട് എന്താടി മച്ചി, ഇത് ഇത്ര വലിയ വീടാ? എടി, ഇത് മാഫിയൻ്റെ വീട് പറയുന്നത്. ഒരു മാഫിയ കൊണ്ട് പറഞ്ഞു കേട്ടായിരുന്നു മച്ചി. എന്ന് മാഫിയ അല്ലടി, ഇത് സിഒൻ്റെ വീടാണ്. ഹാൻസമായിട്ടുണ്ടടി മച്ചി. ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് ഉണ്ട്, അവളോട് മാരേജ് ആയിന എന്നും അറിയില്ലടി. അങ്ങനെ റോസ് പറഞ്ഞു. ശരി. അങ്ങനെ റോസ് രണ്ടുപേരും കോഫി ഷോപ്പിൽ രണ്ടുപേരും കോഫി കുടിച്ച് രണ്ടുപേരും സംസാരിച്ചുകൊണ്ടായിരുന്നു. അപ്പോൾ ഷുഗ അവിടേക്ക് വന്നു. ഷുഗ വന്നിട്ട് സ്കിമീസ് എസ് സർ, എനിക്കൊരു ജ്യൂസ് വേണം അങ്ങനെ പറഞ്ഞു ഷുഗ. ഓക്കെ സർ. അങ്ങനെ ഷുഗ പറഞ്ഞിരുന്നു. ഷുഗ എഴുന്നേറ്റ് അവിടെ ജ്യൂസ് കഴിക്കുമായിരുന്നു. പിന്നെ ഷുഗയുടെ അടുത്ത് ഒരാളുണ്ടായിരുന്നു, ആരം പറഞ്ഞു. ജ്യൂസ് മനസ്സിലായില്ലേ സർ? എനിക്കും അതേ ജ്യൂസ് വേണം. അങ്ങനെ രണ്ടുപേർക്ക് ഒരു ജ്യൂസ് വന്നു. അങ്ങനെ രണ്ടുപേർ ജ്യൂസ് കുടിച്ചായിരുന്നു. അതെ, അങ്ങനെ രണ്ടുപേർ ജ്യൂസ് കുടിച്ച് സംസാരിച്ചായിരുന്നു. റോസ് വെച്ച് കണ്ണടക്കാതെ ആറാമനെ സെറ്റ് അടിക്കായിരുന്നു. ഇവളാരപ്പം നോക്കുന്നത് നോക്കുമ്പോൾ ഷുഗറാണ്ടടുത്ത് പ്രിയക്ക് ഒറ്റ ഇഷ്ടപ്പെട്ടു പോയി. മച്ചാ, ഇവർ കാണാൻ സുന്ദരന. ഫ്രണ്ട് പറയാം മച്ചി. റോസ് പറയാം, എടി ഒരു നമ്പർ 1 ബിസിനസ് മാൻ അടി. എന്ത് ബിസിനസ് മാൻ? അതെടി. ഇപ്പം പ്രിയ വിഷമിക്കുക. അയ്യോ, ഇവർ കാണാൻ ഹാൻസമായിട്ടുണ്ട്, അവളുടെ മാരേജ് കഴിഞ്ഞിരിക്കും അങ്ങനെ പറഞ്ഞു റോസ്. ഓൾറെഡി ഇവർ രണ്ടുപേർക്ക് മാരേജ് കഴിഞ്ഞിട്ടുണ്ട്, സിംഗിളിൽ കള്ളിട്ട് മച്ചി. നീ അങ്ങനെ ഒന്നും പറയലടി, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു പോയി മച്ചി. അങ്ങനെയായിട്ട് റോസ് ഭയങ്കര ജൊല്ലി വിട്ട് സൈറ്റിരിക്കാൻ തുടങ്ങി. ആറാമക്കാരോ നോക്കുന്ന മതി ഫീലായി. ആറാം യഥാർത്ഥ തിരിഞ്ഞു നോക്കി. ആറാമക്ക് ഈ പെണ്ണെന്നിങ്ങനെ ജൊള്ളു കിട്ടുന്ന കൊച്ചു കുട്ടി വരുന്ന ആറാം ശ്രദ്ധിക്കാതെ ആറാം സംസാരിക്കും ആയിരുന്നു. പിന്നെ കോളേജിക്ക് വന്നിരുന്നു. ഷുഗ വന്നിരുന്നു കോളേജിക്ക് വന്ന് സംസാരിച്ചായിരുന്നു. കോളേജ് പറഞ്ഞ ഷുഗ പറഞ്ഞ കോളേജ് സുഖേൻ്റേതായിരുന്നു. സുഖ പറഞ്ഞിരുന്നു. എല്ലാ ജോലി കഴിഞ്ഞോ സർ? എല്ലാം കഴിഞ്ഞു സർ. ശരി, ഓക്കെ. അങ്ങനെ ഷുഗ സംസാരിച്ച് അവിടുന്ന് പോയി. മച്ചാ, എന്താടാ? ഒന്നുമില്ലടാ, ചുമ്മാ ഒരു കോളേജ് ചെക്ക് ചെയ്യാൻ വന്നതാ. അങ്ങനെ 2 ദിവസം സംസാരിച്ച് ആറം പറ, എടാ ഒരു കാര്യം പറയുന്നുണ്ടാ. എന്താ മച്ചാ? അതല്ലടാ, സ്കൂൾക്ക് ഞങ്ങൾക്ക് പോവാടാ. ആറം പറഞ്ഞു. എന്തിനാടാ? അത് ഒരു കാര്യം പറയണ്ട. എന്ന് വെച്ചാ ഇല്ലടാ, ഒരു കാര്യം സ്കൂൾക്ക് എനിക്ക് പോകണം. ഇല്ലടാ, അവിടുത്തെ ഒരു മീറ്റിംഗ് പറയാനുണ്ടായിരുന്നു, മാം പറഞ്ഞായിരുന്നു. നമുക്ക് അവിടേക്ക് പോവാം. അങ്ങനെ ഷുഗ ഓക്കെ പറഞ്ഞു. ലീവ് സെക്രട്ടറിയോട് പറഞ്ഞു, ലീവ് എനിക്ക് വേണം സർ. മീറ്റിംഗ് വന്നില്ല, എല്ലാം ക്യാൻസൽ ചെയ്യും. ശരി സർ. ആറാം പറഞ്ഞു. സർ ശരി. ആറാം സെക്രട്ടറി ഉണ്ടായിരുന്നു. അങ്ങനെ സ്കൂളിലേക്ക് വന്നു. സ്കൂളിലെല്ലാം മച്ചി ആരടി വരാ?
എല്ലാവരും വന്നു. ഇന്ന് ഗസ്റ്റ് വരാം എന്ന് എല്ലാവരും സ്റ്റുഡൻസ് ഇരുന്നു. അങ്ങനെ 2 പേർ എല്ലാ ഗേൾസും സഹിച്ചിരിക്കുമായിരുന്നു. പ്രിയ മൊബൈൽ നോക്കിയായിരുന്നു. മച്ചി മൊബൈലൊന്നും നോക്കണ്ട, ആർക്കും കാണല്ല. അങ്ങനെ വേഗം സ്വിച്ച് ഓഫ് ചെയ്ത് വേഗം വെച്ചു. മച്ചി എന്താടി നോക്കവിടെ. റോസൊക്കെ ഷോക്കായിരുന്നു. മച്ചി അവിടെ നോക്കടി എന്ന് പറഞ്ഞായിരുന്നു. ആരാ നോക്കുക? അങ്ങനെ വീട് തിരിച്ച് അങ്ങനെ നോക്കുമ്പോൾ ഷുഗ. വാവ് മച്ചി ആള് വന്നു. ആളല്ലടി. അങ്ങനെ ആയിട്ട് 2 ദിവസം സൈറ്റ് അടിച്ചായിരുന്നു. അങ്ങനെ ആയിട്ട് ഷുഗ എവിടെ കണ്ട 2 പേര് സൈറ്റ് അടിക്കുമായിരുന്നു. 2 പേര് ഭയങ്കര സൈറ്റ് അടിച്ചായിരുന്നു. അങ്ങനെ ഒരു ദിവസം മച്ചി ഞാൻ പ്രപ്പോസ് ചെയ്യാൻ പോവാ. ഇത് കേട്ട് ഷോക്കായി റോസ്ക്ക്. എന്താടി നീ പറയാ? കണ്ടിട്ട് ഞാൻ പ്രപ്പോസ് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞു. അതെ അങ്ങനെയായിട്ട് വീട്ടിൽ കണ്ട ഞാൻ പ്രപ്പോസ് ചെയ്യാൻ പോവാ. അങ്ങനെ ഷുഗ ഇങ്ങനെ ഷുഗ ഇങ്ങനെ നടന്നുകൊണ്ടായിരുന്നു. അതെ ഒരു പാർക്കായിരുന്നു. ആ പാർക്കിൽ ആരുമില്ലായിരുന്നു. കുറച്ച് മനുഷ്യന്മാരുണ്ടായിരുന്നു. ഒരു സൈഡിൽ ആരുമില്ല. അങ്ങനെ ആരും പാർക്ക് വന്നില്ല. രാവിലെ ആയിരുന്നു. അങ്ങനെ എക്സ്ക്യൂസ് സർ, ആരാ വിളിക്കുന്നത്? ഷുഗ തിരിഞ്ഞു നോക്കി. ഒരു ഗേളായിരുന്നു. അത് നിങ്ങളായിരുന്നു. ഹീറോയായിരുന്നു പ്രിയ. സർ എന്താ കുട്ടി? ഷുഗക്ക് പ്രപ്പോസ് ചെയ്തു. ഷുഗക്ക് ഷോക്ക്. ഷുഗ കണ്ടായി. മാമക്ക് എന്താ ചെറിയ കുട്ടിയാണ്, പഠിക്കുന്ന പ്രായത്തിൽ അതൊന്നും ഇങ്ങനെ പ്രപ്പോസ് ചെയ്യാൻ പാടില്ല. ഷുഗ പറഞ്ഞു, ഞാൻ കണ്ടായിരുന്നു, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയല്ലേ. +2 പഠിക്കുന്ന. എത്രാം ക്ലാസ് പഠിക്കുന്നേ? +2. ശരി, നീ ഇപ്പോൾ കൊച്ചു കുട്ടിയാണ്, പഠിക്കുന്ന പ്രായമാണ്. ഇപ്പോൾ ഒന്ന് ലവ് എനിക്കതിന് മേലെ അട്രാക്ഷൻ വന്നതായിരുന്നു. അതെ, എനിക്കൊരു ഫീലിങ്സ് വേണത്. അത് പഠിക്കുന്നതാണ് നിനക്ക് നല്ലത്. ലവ് അതൊന്നും വേണ്ട. പോ പഠിക്കും മോളെ.